ഈ കൊച്ചിയിൽ വെച്ച് ഹുസൈൻ മടവൂർ ഭിന്നിപ്പുണ്ടായ സമയത്ത് ഐക്യത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു. എല്ലാരും ഒന്നിക്കണം എന്ന് പറഞ്ഞു. അന്ന് AP അബ്ദുൽ ഖാദർ മൗലവി നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? ആദർശ തർക്കങ്ങളിൽ പണ്ഡിത സഭയുടെ കരാറിലേക്ക് തിരിച്ചു വരിക. AP അബ്ദുൽ ഖാദർ മൗലവി മധ്യസ്ഥതയെക്കുറിച്ച് സംസാരിക്കുന്ന ഹുസൈൻ മടവൂർ ആദർശപരമായ തർക്കങ്ങളിൽ പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭയായ കേരള ജംഇയ്യത്തുൽ ഉലമ സംഘടിപ്പിച്ച ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കരാറിലേക്ക് തിരിച്ചു വരികയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് കേരള നദവത്തുൽ മുജാഹിദീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി പ്രസ്താവിച്ചു. താനടക്കം ഒപ്പിട്ടതായിരുന്നു പ്രസ്തുത കരാർ എന്ന വസ്തുത ഹുസൈൻ മടവൂർ മറക്കരുതെന്ന് കൊച്ചിയിലെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയിൽ AP ഓർമ്മിപ്പിച്ചു. മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനം അംഗീകരിക്കാമെന്ന് പ്രസ്താവനയിറക്കി ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഹുസൈൻ മടവൂർ 80 വർഷത്തെ പഴക്കമുള്ള ജംഇയ്യത്തുൽ ഉലമയെയും മാതൃസംഘടനയായ KNM-നെയും പോഷക ഘടകങ്ങളായ ISM, MSM, MGM എന്നിവയെയും പിളർത്തിയത് കുഞ്ഞാലിക്കുട്ടി എന്നല്ല, സംഘടനാ അച്ചടക്കത്തിന്റെ ബാലപാഠമറിയാവുന്ന ഏതൊരു സാധാരണക്കാരനും അംഗീകരിക്കാൻ കഴിയില്ലെന്ന വസ്തുത ഓർമ്മിക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ മടവൂരിന്റെ സ്വഭാവം ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു. എന്താ പറഞ്ഞത്? വർഷങ്ങളായി സംഘടനക്കകത്ത് ആദർശ ചോർച്ചയ്ക്കും അച്ചടക്ക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ആസൂത്രിത നേതൃത്വം നൽകിയിരുന്ന വിഘടിത നേതാവ് ഈ ഘട്ടത്തിൽ ഹുസൈൻ മടവൂർ ഈ ഘട്ടത്തിൽ മറനീക്കി പുറത്തു വന്ന് വലിയൊരു കഷ്ണം തന്റെ കൂടെ അടർത്താമെന്ന് മോഹിച്ച് നടപ്പാകാതെ പോയതിന്റെ നിരാശ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പ്രകടമാണ് എന്ന അന്ന് പറഞ്ഞതന്നെ ഇന്നും പറഞ്ഞത്. ഇപ്പോഴും TP പറഞ്ഞത് എന്താ? ഇതെന്താ സംഭവിച്ചതെന്നറിയോ? ഒരടിസ്ഥാനം ഉണ്ടായില്ല. ഒരാളോട് വിരോധം വരണമെങ്കിൽ അവിടെ എന്ത് പറയണമോ അത് പറയുക, മറ്റൊരാൾക്ക് വിരോധമുണ്ടാകാൻ അവിടെ വേറൊന്ന് പറയുക. ഇങ്ങനെ വിരോധം വളർത്തിയെടുക്കുകയും വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടെന്ന നിലയിൽ ഒരടിസ്ഥാന വിജ്ഞാനവും ഇല്ലാത്ത ആളുകൾ പ്രസംഗകരും എഴുത്തുകാരുമൊക്കെയായി രംഗത്ത് വരികയും ചെയ്തു. അവരെ നിയന്ത്രിക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ എന്തു ചെയ്യും? അവരാണല്ലോ ഇത് കൊണ്ടു നടക്കുന്നത് എന്ന് നിസ്സഹായരായി നോക്കി നിൽക്കുന്ന അവസ്ഥ. ഒരു പതിറ്റാണ്ട് കാലമാണ് ഇങ്ങനെ നഷ്ടപ്പെടുത്തിയത്. ഒരു പതിറ്റാണ്ട്. ഈ ഒരു പതിറ്റാണ്ട് നവ യാഥാസ്ഥികതത്തിൻ്റെ പതിറ്റാണ്ടാണ്. ഇപ്പം ഉണ്ടല്ലോ, നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ടെന്ന് പ്രചരണം നടത്താൻ പോകുന്ന ആളുകൾ അവർ ഒരു നൂറ്റാണ്ട് കാലം നവോത്ഥാനത്തിനൊന്നും ചെയ്തില്ല എന്ന് സങ്കടപ്പെടേണ്ട സമയമാണിത്. ഒരു പതിറ്റാണ്ട് കാലമാണ് ഇങ്ങനെ നഷ്ടപ്പെടുത്തിയത്. ഒരു പതിറ്റാണ്ട്. ഈ ഒരു പതിറ്റാണ്ട് നവ യാഥാസ്ഥികതത്തിൻ്റെ പതിറ്റാണ്ടാണ്. ഇപ്പം ഉണ്ടല്ലോ, നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ടെന്ന് പ്രചരണം നടത്താൻ പോകുന്ന ആളുകൾ അവർ ഒരു നൂറ്റാണ്ട് കാലം നവോത്ഥാനത്തിനൊന്നും ചെയ്തില്ല എന്ന് സങ്കടപ്പെടേണ്ട സമയമാണിത്. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ച ഒരൊറ്റ ഹദീസും ഞങ്ങൾ തള്ളുകയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒന്ന്. രണ്ട്, അങ്ങനെ തള്ളുകയില്ല, ഞങ്ങളത് മുഴുവൻ സ്വീകരിക്കുന്നില്ല എന്നാണെങ്കിൽ അത് നിങ്ങളുടെ നേതാവ് എന്ന് നിങ്ങൾ പറയുന്ന ഹുസൈൻ മടവൂരിനെ കൊണ്ട് ഈ പരപ്പനങ്ങാടിയിൽ വന്ന് പറയിപ്പിക്കാൻ ആണത്തമുണ്ടോ? നിങ്ങൾക്ക് പറയാൻ ആണത്തമുണ്ടോ മടവൂരിന്? ഒന്ന് പറയട്ടെ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന മുഴുവൻ ഹദീസുകളും മുത്തഫഖുൻ അലൈഹിയായ മുഴുവൻ ഹദീസുകളും സ്വീകരിക്കേണ്ടതില്ല. അത് സലഫികളുടെ മാർഗമല്ല. അങ്ങനെ പറയുന്നത് പിഴച്ച വാദമാണ്, നവയാഥാസ്ഥിതികതയാണ് എന്ന് ഇവിടെ വന്ന് പറയാൻ എന്ന് നിങ്ങൾ പറയുന്ന ഹുസൈൻ മടവൂരിനെ കൊണ്ട് ഈ പരപ്പനങ്ങാടിയിൽ വന്ന് പറയിപ്പിക്കാൻ ആണത്തമുണ്ടോ? നിങ്ങൾക്ക് പറയാൻ ആണത്തമുണ്ടോ മടവൂരിന്? ഒന്ന് പറയട്ടെ. ഒരു പതിറ്റാണ്ട് കാലമാണ് ഇങ്ങനെ നഷ്ടപ്പെടുത്തിയത്. ഒരു പതിറ്റാണ്ട്. ഈ ഒരു പതിറ്റാണ്ട് നവ യാഥാസ്ഥികതത്തിൻ്റെ പതിറ്റാണ്ടാണ്. ഇപ്പം ഉണ്ടല്ലോ, നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ടെന്ന് പ്രചരണം നടത്താൻ പോകുന്ന ആളുകൾ അവർ ഒരു നൂറ്റാണ്ട് കാലം നവോത്ഥാനത്തിനൊന്നും ചെയ്തില്ല എന്ന് സങ്കടപ്പെടേണ്ട സമയമാണിത്. അത്തരത്തിലുള്ള കഴിഞ്ഞകാല സംഭവങ്ങള് ഇനി ആവർത്തിക്കേണ്ടി വരില്ല, വിശദീകരിക്കേണ്ടി വരില്ല എന്നാണ് ഞങ്ങളൊക്കെ ധരിച്ചിരുന്നത്. കാലമെങ്കിലും കണ്ടറിയാത്തവൻ കൊണ്ടറിയും എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. കണ്ടാലും കൊണ്ടാലും അറിയേണ്ടെന്ന് വെച്ചതുപോലെയാണ് ഇപ്പോഴും ചിലരുടെ സംസാരങ്ങളും പ്രവർത്തനങ്ങളും എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആരെയും വിമർശിക്കുവാൻ വേണ്ടി പറയുകയല്ല.
ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാടാണ് ശരി എന്നുള്ളത് ഈ പ്രാവശ്യത്തെ ശബാബെങ്കിലും എന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവര് നവയാഥാസ്ഥികരാണ് മൗലവി വിഭാഗം, അന്ധവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ് മൗലവി വിഭാഗം. KNMക്കാർ ഒറിജിനലാണെന്ന് പറയുന്നവർ അന്ധവിശ്വാസങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്, നവയാഥാസ്ഥികരാണെന്ന് നാട് നീളെ കള്ളത്തരം പറഞ്ഞ് നടന്നവർ. ഈ ഒരു പതിറ്റാണ്ട് നവയാഥാസ്ഥികതത്തിന്റെ പതിറ്റാണ്ടാണ്. ഇപ്പൊ ഉണ്ടല്ലോ, നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടെന്ന് പ്രചരണം നടത്താൻ പോകുന്ന ആളുകൾ അവർ ഒരു നൂറ്റാണ്ട് കാലം നവോത്ഥാനത്തിനൊന്നും ചെയ്തില്ല എന്ന് സങ്കടപ്പെടേണ്ട സമയമാണിത്. ഞങ്ങൾ അന്ധവിശ്വാസികളോ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവരോ ആണെന്ന് ആരോപിക്കുന്നവൻ ആരോ അവനെ കൊണ്ട് തന്നെ തിരുത്തിപ്പിക്കും. ഈ ആരോപണം, ഇതുപോലുള്ള ആരോപണം ഇനിയെങ്കിലും അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആലോചിച്ചു നോക്കൂ, കള്ളക്കേസ് കൊടുക്കുന്നത് ഹറാമാണ് എന്ന് പഠിപ്പിച്ചവരാ നമ്മൾ, ആണല്ലോ. കുലിൽ ഹഖ വലൗ കാന മുർറ, സത്യം പറയണം കയ്പുള്ളതാണെങ്കിലും. ഒരു പട്ടാപ്പകൽ ഉച്ചസമയത്ത് 12 മണിക്ക് മർഹൂം AV അബ്ദുറഹ്മാൻ ഹാജിയുടെ നേതൃത്വത്തിൽ ഒരു കലാപം ഉണ്ടാക്കുന്ന സംഘം മുജാഹിദ് സെന്റർ ആക്രമിക്കാൻ ചെന്നു എന്നാണ് മുജാഹിദ് സംഘടനയിലെ കേസിന്റെ അടിസ്ഥാനം. ഇതുകൾ സത്യമാണ് എന്നാണ് എഴുതിക്കൊടുത്തത്. ആ കളവ് ആവർത്തിക്കുകയും അങ്ങനെ സംഭവിച്ചു എന്ന് വീണ്ടും പറയുകയും ചെയ്തു. എനിക്ക് പറയാനുള്ളത്, ഒന്നിച്ചു മുന്നോട്ട് പോകാൻ മനസ്സ് പാകപ്പെടുകയും ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾക്ക് വേണ്ടി സംഘടനയിൽ നിന്ന് ചെലവഴിച്ചിട്ടുള്ള മുഴുവൻ പണവും ആരാണ് കേസ് കൊടുത്തത്? ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട AP അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പണം ആവശ്യപ്പെട്ടുകൊണ്ട്, ഇല്ലാത്ത സംഗതിയാണല്ലോ, കള്ളക്കേസാണല്ലോ. ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് എന്ത് വേറെയാകുമ്പോൾ അങ്ങനെ അയാൾ ചെയ്തതാണ് ഇയാൾ ചെയ്തതാ. ജക്കരിയ സലാഹി ചോദിക്കുന്നുണ്ട്, എന്താ ഇക്കണ്ടതാണ് കേരളമെങ്കിൽ എന്തിനാ ഈ പാവങ്ങളെ പുറത്താക്കിയെന്ന്. പണ്ട് മഹാകവി P പാടിയ ഇക്കണ്ടതാണ് ഇന്ത്യയെങ്കിൽ എന്തിന് ഈ സായിപ്പിനെ എവിടെ നിന്ന് പുറത്താക്കി എന്ന ആശയം. അങ്ങനെ വേർതിരിയുമ്പോൾ കൂടെ ചെയ്ത പ്രവർത്തനം വരും. അതിൻ്റെ ചെലവാര് വഹിക്കണം? അതിൻ്റെ ചെലവ് ഇവരൊക്കെ അവരുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കണം. അല്ലാതെ സംഘടന അതിന് പണം ചെലവഴിക്കാൻ കഴിയുമോ? ഒരു വാടക കേസുണ്ടായപ്പോൾ അതിന് നൽകിയിട്ടുള്ളത് ഇത്ര ശതമാനം പലിശ സഹിതം, ചെർപ്പളശ്ശേരി കേസ്, പലിശ തരണമെന്നാണ്. നമ്മുടെ സാധാരണ മനുഷ്യർ അവരുടെ വരുമാനത്തിലേക്ക് ഒരു നയാ പൈസ പോലും പലിശ വരാതിരിക്കാൻ സൂക്ഷ്മത പുലർത്തുന്ന നേരത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എഴുതി കൊടുക്കുന്നത് പലിശ തരണമെന്ന്. അപ്പം ഇത്തരം വ്യതിയാനങ്ങൾ സംഭവിച്ചതും പാളിച്ചകൾ സംഭവിച്ചതുമൊക്കെ തന്നെ പരിഹാരം ചെയ്ത് മാപ്പാക്കിക്കൊണ്ട് യഥാർത്ഥ ആദർശത്തിലാണ് നമ്മൾ എന്ന നിലക്ക് ഒന്നിച്ചു നിന്നാൽ പിന്നെ ഒരു ജിന്നും ഒരു പിശാചും ഈ പ്രസ്ഥാനത്തെ പിടിച്ചുലയ്ക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല.